Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Good morning, Okay, ma'am. ഞാൻ breakfast കഴിച്ചോ? എന്താണ് കഴിച്ചോ? കഴിച്ചില്ലേ? Yes, ma'am. Have your Yes, ma'am. breakfast? Yeah, of course. Good morning. Yeah, good morning. ഇന്നലെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ആണോ? ഭയങ്കര നഷ്ടമായി പോയി. എന്തോ? ഭയങ്കര നഷ്ടമായി പോയി അത്. ആണോ? Of course. അപ്പുറത്തുള്ള ചർച്ചയിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല, ഒന്നിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തെങ്കിൽ എത്ര വലിയ നഷ്ടമുണ്ടോ? ഉണ്ട്. രാവിലെ തന്നെ ഞാൻ എവിടേക്കോ പോയോ? ആ, അതാണ് ചോദിച്ചേ. ഇങ്ങനെ പോണോ ഇനി? കുറച്ചു നേരം താഴെ നിക്കാം. ഓക്കെ. പിന്നെന്താ? അപ്പൊ ക്ലാസ് കണ്ടില്ല? റെക്കോർഡ് ക്ലാസ് കണ്ടോ? റെക്കോർഡ് ക്ലാസ് എന്നാണ്? ഇന്ന് വരുള്ളൂ. ഓക്കെ. അത് കാരണം കണ്ടിന്യൂസ് കിട്ടുമോന്നും അറിയില്ല. കണ്ടിട്ട് കിട്ടില്ല. കാരണം നമ്മൾ ടെൻസ് എടുത്തു. ഇന്നലെ ക്ലാസ് ആയിരുന്നു ഇന്നലെ. ബാങ്കിൽ പോകേണ്ട അർജന്റ് കേസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആകും. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്നലെ എടുത്ത ടോപ്പിക് എല്ലാവരും നോക്കിയിരുന്നോ? ഇതാണ് മിണ്ടാത്തേ, പറയൂ. നോക്കിയോ? ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. ഡിസ്കഷനോ? അപ്പുറം ഗ്രൂപ്പിലെ ഡിസ്കഷൻ ഉണ്ട്. മനസ്സിലായില്ല. ഇന്നലെ ഗ്രൂപ്പില് എക്സാമ്പിൾസ് ഇട്ടിട്ട് നമ്മളൊക്കെ എല്ലാവരും ചെയ്തു. നമ്മളെ സ്റ്റഡി ഗ്രൂപ്പില്. ക്ലിയർ ആയോ? കുറച്ചൊക്കെ മനസ്സിലായി. ക്ലാസ് കണ്ടിട്ട് വേണം. ക്ലാസ്സിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എന്നാ എക്സ്പ്ലനേഷൻ ആണ്. ഓരോരുത്തരായിട്ട് ഇന്നലെ എന്താണ് നമ്മൾ കവർ ചെയ്തത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യും. ഓക്കെ അല്ലേ? മാം ഇന്നലെ ഞാൻ ഇല്ലേനോ ക്ലാസ്സിന്? ഞാനില്ലായിരുന്നു മാം ഇന്നലെ. ഒരേ ടൈം 2-3 പേര് പറയുന്നു ക്ലിയർ ആവുന്നില്ല. അശ്വിത് എന്താ പറഞ്ഞേ? മാം ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് പോയായിരുന്നു, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ല ഞാൻ ഇന്നലെ ലീവ്. ഓക്കെ. ശ്രീവിദ്യ എന്താണ്? ഇന്നലെ പറഞ്ഞ ഒന്നുകൂടി ഒന്ന് പറയണേ. പറയാലോ. ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായവർ ആരെങ്കിലും ഉണ്ടോ? ഞാനല്ലായിരുന്നു. ആരുണ്ടായിരുന്നില്ലേ? ഇന്നലെ ഉണ്ടായവർ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ഉണ്ട്. റസിയ. റസിയ ഉണ്ട്. റസിയ. ഞാൻ റസീനെ കൊണ്ട് പറയില്ല. കാർത്തിക് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുപേര് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തോ? ജാസ്മിൻ എന്താ പറഞ്ഞേ? ഇന്നലെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഓരോരുത്തരായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. ആരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞേ. പേര് ടെക്സ്റ്റ് ചെയ്യൂ. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനവരോ പേര് ടെക്സ്റ്റ് ചെയ്യൂ. ഞാൻ ഓരോരുത്തരെയും വിളിക്കാം. അതിനുശേഷം ഞാൻ എന്റെ രീതിയിൽ എന്നെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ.
സൈലന്റ് ആണോ? ആരും പറഞ്ഞില്ല. കാർത്തിക പറയോ? അത് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ പറയണം. ട്രൈ ചെയ്യൂ. ഫസ്റ്റ് ടെൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. അതിൽ ഫസ്റ്റ് പ്രസന്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതില് ഒരു ഫോർമുല ഉണ്ട്, സബ്ജക്ട് പ്ലസ് V1, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇപ്പൊ സബ്ജക്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ. സബ്ജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റില് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റില് ഐ, യു, വി, ദേ എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മാം? പറഞ്ഞോളൂ. ഓക്കെ. വെർബില് റെഗുലർ വെർബും ഉണ്ട്, ഇറഗുലർ വെർബും ഉണ്ട്. റെഗുലർ വെർബില് എന്റെ എക്സാമ്പിൾ ആണ്, ഇപ്പം വൈറ്റ് ആണെങ്കിൽ പ്രസന്റിലാണെങ്കിൽ റൈറ്റ്, പാസ്റ്റ് ആണെങ്കിൽ വോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ റിട്ടൺ. സോ അതില് പ്ലേ, പ്ലേഡ്, പ്ലേഡ് അങ്ങനത്തെ വരുന്ന ഒരു വെർബ് ആയിരിക്കും റെഗുലർ വെർബിൽ വരുന്നത്. ഇനി ഇറഗുലർ വെർബിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ, ഡു, ഡിഡ്, ഡൺ. ആ ഒരു എക്സാമ്പിൾ അങ്ങനത്തെ രീതിയിൽ വരുന്നതാണ് ഇറഗുലർ വെർബിൽ വരുന്നത്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ മാം? വൺ തിങ്, ഒരു കാര്യം കൂടെ. ഇപ്പോ പ്ലൂറൽ എഴുതുമ്പോ പ്ലൂറലില് റൈറ്റ് എന്ന് എഴുതുന്നത് സിംഗുലർ ആകുമ്പോഴത്തേക്കും റൈറ്റ്സ് എന്ന് വരും, എസ് ചേർക്കുക. ഓക്കെ അല്ലേ? താങ്ക് യു മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയാ? ആരാ? ഇതേപോലെ പറഞ്ഞാൽ മതി, സിമ്പിൾ ആണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, മോർണിംഗ്. പറയൂ. എന്റെ മൈക്രോഫോൺ ഇപ്പോഴേ കറക്റ്റ് ആയത്, അതാ ഞാൻ രണ്ടാമത് ഇങ്ങനെ പോയി കറക്റ്റ് ആക്കിയിട്ട് വന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, ആദ്യം പറഞ്ഞ ക്ലിയർ ആയില്ല. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമേ. ഓക്കെ, ചെയ്യും. ഓക്കെ, മിസ് ഇന്നലെ പഠിപ്പിച്ചത് ടെൻസസിന്റെ കാര്യമായിരുന്നു. ടെൻസസിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രസന്റ് ടെൻസ്, സെക്കൻഡ് പാസ്റ്റ് ടെൻസ്, തേർഡ് ഫ്യൂച്ചർ ടെൻസ്. അതിൽ തന്നെ പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ മലയാള അർത്ഥം വരുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഇപ്പൊ നടക്കുന്ന കാര്യം ചെയ്യുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ കമ്മ്യൂണിക്കേഷനിലും പിന്നെ കുറെ കാര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ എലാബറേറ്റ് ആയിട്ട് വിശദീകരിച്ച് പഠിക്കേണ്ട ആവശ്യകത ഇതിലുണ്ട്. ഇനി നമ്മളൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്നത്, ആ സ്ട്രക്ചറിനെ പറയുന്നതാണ് സബ്ജക്ട് പ്ലസ് V1. അതാണ് സ്ട്രക്ചർ ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് സബ്ജക്ട്, ഇനി എന്താണ് വേർബ് എന്ന് നമ്മൾ അറിയണം. സബ്ജക്ട് എന്ന് പറയുന്നത് അവിടുത്തെ കാര്യമാണ്. ഇപ്പം സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. സിംഗുലർ സബ്ജക്ട് എന്ന് പറഞ്ഞാല് ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറഞ്ഞാണ് സിംഗുലർ സബ്ജക്ട്. ഈ സബ്ജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ എന്നൊക്കെ പറഞ്ഞു വരും. അതിലെ തന്നെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളതാണ് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ. അതാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, മിസ് എടുത്ത് പറഞ്ഞതാണ്, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അതിന് ഡൗട്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ടെൻസിൽ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇനി പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ട്. അതാണ് ബാക്കി വരുന്ന ഐ, യു, വി, ദേ. ഈ 4 സബ്ജക്റ്റുകളാണ് പ്ലൂറൽ സബ്ജക്റ്റുകളായിട്ട് നമ്മൾ എടുക്കുന്നത്. Then we are going to verb. Verb എന്ന് പറഞ്ഞാൽ ക്രിയയാണ്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാണ് verb എന്ന് പറയുന്നത്. വെർബിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. V1, V2, V3. V1 എന്ന് പറഞ്ഞാൽ പ്രസന്റ് വേർബ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് വേർബ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പേറ്റ്. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. V1, V2, V3 ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക ഷോർട്ട് ഫോം ഇട്ട്. ഇനി അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് 2 വേർബുകളും കൂടി ഉണ്ട്, റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്. ഇനി V1, V2, V3 നമുക്കറിയാം. ഈ V1, V2, V3 വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെഗുലർ വേർബായിട്ടും ഇറഗുലർ വേർബായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റെഗുലർ വേർബിൽ വരുമ്പോഴത്തേക്കും V1-ഉം V2-ഉം V3-യും സെയിം ആയിരിക്കും. ഇറഗുലർ വെർബിൽ വരുമ്പോഴത്തേക്കും V1-ഉം V2-ഉം V3-യും ഡിഫറൻറ്റ് ആയിരിക്കും. എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. റെഗുലർ വേർബിന് ഒരു എക്സാമ്പിൾ ആണ് റീഡ്, റീച്ച്ഡ്, റീച്ച്ഡ്. റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്. അപ്പൊ റീച്ച്ഡ് എന്ന് പറയുന്നത് V2 ആണ്, റീച്ച്ഡ് എന്ന് പറയുന്നത് V3 ആണ്. അവിടുത്തെ V1 വരുന്നത് റീച്ച് ആണ്. അപ്പൊ അവിടെ V2-ഉം V3-യും എന്താണ്, സെയിം ആണ്. രണ്ടാമതൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. അല്ലെ ജംപില് V1 ആണ്, ജംപ്ഡ്, ജംപ്ഡ് V2-ഉം V3-യും ആണ്. അതെന്താണ്, സെയിം ആണ്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ റെഗുലർ വേർബായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി രണ്ടാമത് ഒരുപാട് വേർബ് ഇങ്ങനെ ഉണ്ട്, നമ്മൾ സെർച്ച് ചെയ്ത് കൂടുതലായിട്ട് മനസ്സിലാക്കണം. പിന്നെ മിസ് കുറെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റെക്കോർഡ് ക്ലാസ്സസ് കേൾക്കുമ്പോൾ നമുക്ക് കുറെ എക്സാമ്പിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് ഇറഗുലർ വേർബ് ആണ്. ഇറഗുലർ വേർബിന്റെ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. V1, V2, V3 ഡിഫറെന്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. V1 എന്ന് പറയുന്നത് ഈറ്റ്, V2 എന്ന് പറയുന്നത് ഏറ്റ്, V3 എന്ന് പറയുന്നത് ഈറ്റേൺ. 3 ഡിഫറെന്റ് ആയി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത് ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. V1 എന്ന് പറയുന്നത് റൈറ്റ്, V2 എന്ന് പറയുന്നത് ബ്രോട്ട്, V3 എന്ന് പറയുന്നത് റിട്ടേൺ. അപ്പൊ 3 ഡിഫറെന്റ് ആയി. അപ്പൊ അതെന്തായി, ഇറഗുലർ വേർബായി. ഇനി അടുത്ത പറയാനായിട്ട് പോകുന്നത് സിംഗുലർ വേർബിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഇപ്പൊ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ സിംഗുലർ വേർബ് ഉണ്ടെന്ന് പറഞ്ഞു, പ്ലൂറൽ വേർബ് ഉണ്ടെന്ന് പറഞ്ഞു, സിംഗുലർ സബ്ജക്ട് ഉണ്ടെന്ന് പറഞ്ഞു, പ്ലൂറൽ സബ്ജക്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സിംഗുലർ സബ്ജക്ട്, പ്ലൂറൽ വെർബിനെ സിംഗുലർ സബ്ജക്ട് സിംഗുലർ വേർബ് ആക്കാൻ വേണ്ടി നമ്മളൊരു എസ് ചെയ്യും. അത് എസ് നമ്മൾ ആ വേർഡിനനുസരിച്ച് എസ് ആകാം, ES ആകാം, IS ആകാം. അതിന്റെ സ്പെല്ലിംഗ് അനുസരിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യും, എസ് ആണെങ്കിൽ എസ് ചേർക്കും, ES ആണെങ്കിൽ ES ചേർക്കും, IS ആണെങ്കിൽ IS ചേർക്കും. ഇങ്ങനെയാണ് ഒരു പ്ലൂറൽ വേർബിനെ ഒരു സിംഗുലർ വേർബാക്കി മാറ്റുന്നത്. ഇനി എന്തിനാണ് ഈ ഒരു സിംഗുലർ വേർബാക്കി നമ്മൾ മാറ്റുന്നതെന്ന് ചോദിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ സ്ട്രക്ചർ പഠിപ്പിച്ചപ്പോൾ സ്ട്രക്ചർ പ്ലസ് V1 എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ, സെന്റൻസ് ഫോർമേഷനിൽ. ഈ കേസിൽ വരുമ്പോ നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ അവിടുത്തെ സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാവൂ, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ പ്ലൂറൽ വേർബുകളെ മാത്രമേ അതിന് കൂടെ യൂസ് ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഷീ യൂസ് ചെയ്യാണ്. ഷീയുടെ കൂടെ അതിന്റെ സിംഗുലർ ആയിട്ടുള്ള വേർബ് യൂസ് ചെയ്താലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിട്ട് അത് മാറത്തോളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷീ വാച്ച് TV in the evening or morning. In the evening. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ വാച്ച് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആയിട്ടുള്ള വേർബാണ്. ആ പ്ലൂറൽ വേർബിനെ ES ചേർത്ത് സിംഗുലർ വേർബ് ആക്കിയിട്ട് നമ്മൾ വാച്ചസ് എന്ന് ചേർത്തു. അപ്പോഴാണ് ആ സെന്റൻസ് കറക്റ്റ് ആയത്. ഷീ വാച്ചസ് TV in the evening. അപ്പൊ കറക്റ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. അത് കണക്കാണ് പ്ലൂറലിൽ വരുമ്പോഴത്തേക്കും പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് പ്ലൂറൽ വേർബുകൾ ചേർക്കണം. അതിൽ നമുക്ക് ഈസിയാണ്. ബിക്കോസ് പ്ലൂറൽ ആണ് കൂടുതലും വേർബുകൾ വരുന്നത്. സിംഗുലർ ആക്കാനാണ് നമ്മൾ പിന്നെ മറന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. എക്സാമ്പിൾ ഒന്നും കൂടെ പറയൂ. ഏതാണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ എക്സാമ്പിൾ വെച്ച് കൂടെ പറയൂ. പറയാം. ഷീ വാച്ച് TV in the evening. എക്സാമ്പിൾ കറക്റ്റ് അല്ലേ? നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
താങ്ക് യു സോ മച്ച്. എനിക്ക് എന്റെ പകുതി പണി കഴിഞ്ഞല്ലോ, കുറച്ച് കുറഞ്ഞു കിട്ടി. അതെ, ഞാൻ വീട്ടിൽ പകുതി പണി കഴിയാൻ വേണ്ടിയിട്ട് മിസ്സിന് സ്വന്തമായിട്ട് വേണ്ടേ. ഓക്കെ, അപ്പൊ ഇതേപോലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. കുറച്ചുകൂടി സിമ്പിൾ ആവും കാര്യങ്ങൾ. ഓക്കെ, മിസ് മതിയോ? എന്തോ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ബാക്കി വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ബാക്കിയൊന്നും അത്യാവശ്യം cover ആയി. താങ്ക് യു സോ മച്ച്. ഓക്കെ, വിശ്വസിക്കുന്നു അശ്വതി MK. എന്തോ അശ്വതിക്ക് എക്സാമ്പിൾ പറഞ്ഞത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടി. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇതുപോലെയല്ല, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ശ്രേയ ഒന്ന് സൈലന്റ് ആണല്ലോ, എന്തുപറ്റി? അതിന് മാം, ഞാൻ ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലല്ലോ. ഞാനത് കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അറിയാത്ത കാര്യങ്ങൾ പടയെന്നിട്ട് ഞാൻ തുള്ളിച്ചാടി പറയില്ല. അറിയാത്ത സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കണം. അറിഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ശ്രീലക്ഷ്മി കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. ശ്രീലക്ഷ്മി, ഒരു ശ്രീലക്ഷ്മിയുള്ളൂ. ഹലോ മാം, പറയൂ. എനിക്ക് മനസ്സിലായതുപോലെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. എന്തോ എനിക്ക് മനസ്സിലായതുപോലെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഉണ്ടായിരുന്നു. മനസ്സിലായ അത്രയും ചിലപ്പോ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, എന്നാലും കഴിയുന്ന പോലെ. പേര് പറയൂ. തുജാനത്ത്. ഓക്കെ, പറയൂ. ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ടെൻസസ് ആണ്. അതില് 3 ടെൻസസ് ഉണ്ട്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ പ്രസന്റ് ടെൻസ് ആണ് ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിന്റെ ഒരു ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് V1. അതില് സബ്ജക്റ്റ് വരുന്നത് ഹി, ഷീ, ഐ, യു, ദേ, വി, ഇറ്റ് അതൊക്കെ വരുന്നുണ്ട്. അപ്പോ സബ്ജക്റ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും വരുന്നുണ്ട്. അതിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഇതൊക്കെ വരുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് ആണ് ഐ, യു, വി, ദേ ഇതൊക്കെ. അപ്പോൾ ഈ വേർബിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് V1, V2, V3 ആയിട്ട് പറയുന്നത്. അപ്പൊ അത് 2 എണ്ണാണ്: റെഗുലർ വേർബും ഇറഗുലർ വേർബും. ഈ ഇറഗുലർ വേർബ് എന്ന് വെച്ചാൽ V2, V3 ഫോമുകൾ എപ്പോഴും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ജമ്പ് പറയുമ്പോൾ ജംപ്ഡ് അങ്ങനെ വരും. ക്രൈ ആണെങ്കിൽ ക്രൈ, ക്രൈഡ് അങ്ങനെ. അതേ സ്ഥാനത്ത് ഇറഗുലർ വേർബ് ആണെങ്കിൽ 3 ഡിഫറെന്റ് ആയിരിക്കും. V1, V2, V3 ഇത് 3 ഡിഫറെന്റ് ആയിരിക്കും. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ അങ്ങനെയാണ് വരിക. അപ്പോൾ റെഗുലർ വേർബും ഇറഗുലർ വേർബും വേറെ ആയിട്ട് അങ്ങനെയാണ് പറയാ. V2, V3 ഫോം സെയിം ആയിട്ട് വരുന്നതാണ് റെഗുലർ വേർബ്. V1, V2, V3 ഇത് 3 ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് ഇറഗുലർ വേർബ്. അപ്പോൾ നമ്മളൊരു സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ റൈറ്റിന് സിംഗുലർ വേർബ് ആക്കുമ്പോൾ അതിന്റെ കൂടെ റൈറ്റ്സ് ഒരു എസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് സിംഗുലർ വേർബായി. ഇപ്പൊ അതിന്റെ കൂടെ ആണ് ചേർക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് പ്ലൂറൽ വേർബ് തന്നെ ചേർക്കുക. അങ്ങനെ പിന്നെ ഇപ്പൊ ഐ റൈറ്റ് എ ലെറ്റർ, അപ്പൊ ഷീ ആവുമ്പോ ഷീ റൈറ്റ്സ് എ ലെറ്റർ അങ്ങനെ ചേർത്ത് കൊടുക്കുക. മേഡം ഓക്കെ അല്ലേ? താങ്ക് യു. അങ്ങനെ ഞാൻ പറയാറില്ല, അതുകൊണ്ടുള്ളതായിരിക്കും. പിന്നെ സൗണ്ട് റെഡി ആയിട്ടില്ല, സൗണ്ട് പോയിട്ടാണ് ഉണ്ടായേ. ഇപ്പൊ സൗണ്ട് നന്നായിട്ട് ശരിയായിട്ടില്ല, അതുകൊണ്ടുള്ള ഒരു ചെറിയ ട്രബിൾ.
ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, മനസ്സിലായി, അത്രയേ ഉള്ളൂ. അത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് നല്ലോണം മനസ്സിലായ ഒരു കാര്യം പറയാണ്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ അതുകൂടെ പറയാം, കുറച്ചുകൂടെ ക്ലാസ്സിൽ എല്ലാത്തവർക്കും വേണ്ടി ഒന്നുകൂടെ അവര് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ, എന്നാലും ഞാൻ എന്റെ പോർഷൻ ഞാൻ ഓക്കെ. ടെൻസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, 3 ടെൻസ് ഉണ്ട്. അതിൽ തന്നെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. പ്രസന്റ് ടെൻസിൽ തന്നെ എല്ലാ ടെൻസിലും 4 ആക്ഷൻസ് ചെയ്തിട്ടുണ്ട്. പ്രസന്റിൽ ആണെങ്കിൽ സിംഗിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ അതിൽ ഫസ്റ്റ് ടെൻസ് അതായത് സിംഗിൾ പ്രസന്റ് ആണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ്സിൽ. ഓക്കെ, സിംഗിൾ പ്രസന്റ് ടെൻസ് എല്ലാ ടെൻസിനും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ വെച്ചിട്ട് മാത്രമേ പഠിച്ചാൽ, സ്ട്രക്ചർ വെച്ച് പഠിച്ചാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും, സെന്റൻസ് മേക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിനും സ്ട്രക്ചർ ഉണ്ട്. സോ സിംഗിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് V1. അതിൽ സബ്ജക്ട് ഇംഗ്ലീഷിൽ ഒരുപാട് സബ്ജക്ട് ഉണ്ട്, പറഞ്ഞു ഏതൊക്കെയാണ്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഐ, യു, വി, ദേ. അതിൽ തന്നെ സിംഗുലർ സബ്ജക്ട് ഉണ്ട്. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്, എവരിബഡിയും, പ്ലൂറൽ സബ്ജക്ട് ഐ, യു, വി, ദേ ആണ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിന്റെ പോർഷൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് വേർബ് ആണ്. V1 എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ V1, V2, V3 ഇങ്ങനെ 3 വേർബിന്റെ ഫോംസ് ഉണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഒരു വേർബ് ആണ്. അതിന് 3 ഫോംസ് ഏതൊക്കെയാണ്? റൈറ്റ്, റോട്ട്, റിട്ടേൺ. റൈറ്റ് V1, റോട്ട് V2, റിട്ടേൺ V3. ഓക്കെ, നമ്മൾ ഷോർട്ട് ആക്കിയാണ് V1, V2, V3 എന്ന് പറയുന്നത്. കറക്റ്റ് നെയിം എന്ന് പറയുന്നത് പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് V1, V2, V3 അതാണ് സിമ്പിൾ, അങ്ങനെ പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് V1 എന്നും എന്താണ് സബ്ജക്ട് എന്നും മനസ്സിലായി. ഓക്കെ, അത്രയേ ഉള്ളൂ സ്ട്രക്ചർ, സബ്ജക്ട് പ്ലസ് V1. ഇനി സെന്റൻസ് മേക്ക് ചെയ്യണം. സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ വെർബ് വരണം അല്ലെ, അതാണ് സ്ട്രക്ചർ. സബ്ജക്ട് പ്ലസ് V1 ആണ്. പക്ഷേ ഇവിടെ എന്താണ് പ്രോബ്ലം വെച്ചാൽ 2 തരം സബ്ജക്ട് ഉണ്ട്, സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെർബിൽ ചേഞ്ച് വരുന്നുണ്ട്. അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ്. അപ്പോ വെർബിൽ എങ്ങനെ സിംഗുലറൈസ് ചെയ്യാൻ പറ്റും? റൈറ്റ് എന്ന് പറയുന്ന നമ്മൾ കാണുന്ന എല്ലാ വേർഡും പ്ലൂറൽ വെർബ് ആണ്. ഇപ്പൊ റൈറ്റ്, റണ്ണർ, ഡ്രോ ഇതെല്ലാം പ്ലൂറൽ വേർഡ് ആണ്. ഓക്കെ, അത് സിംഗുലറൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യാം. അത് വേർഡിനെ ബേസ് ചെയ്തിരിക്കും, എസ് ആണോ ES ആണോ ആഡ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ റൈറ്റ് ആണെങ്കിൽ നമുക്ക് എസ് ആഡ് ചെയ്യാം, പ്ലേ ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം, റീഡ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം. പക്ഷെ ഗോ ആണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ES ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ വേർബിനെ ബേസ് ചെയ്തും വേർഡിനെ ബേസ് ചെയ്തുമാണ് എസ് ആണോ ES ആണോ ആഡ് ചെയ്യേണ്ടത് നോക്കാൻ. അപ്പൊ അങ്ങനെ ആഡിങ് വരുമ്പോൾ അതെന്തായിട്ട് മാറും? സിംഗുലർ വേർബായിട്ട് മാറും. ഓക്കെ, ഇപ്പോ ഹി റൈറ്റ്സ് എ ലെറ്റർ, അവൻ ഒരു ലെറ്റർ എഴുതുന്നു. ഹീയുടെ കൂടെ യൂസ് ചെയ്ത് റൈറ്റ്സ് ആണ്. ഇനി അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ വി റൈറ്റ് എ ലെറ്റർ എന്ന് പറയും. എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റും വെർബും നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം. കാരണം ഇങ്ങനെ ചില മാറ്റങ്ങൾ മാത്രമേ വരുള്ളൂ. അത് പക്ഷേ ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ട് വരും. സോ സബ്ജക്ട് V1, അതിനുശേഷം വരുന്ന ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് അവിടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഒബ്ജക്റ്റിന് വലിയ എന്താണ് മിസ്റ്റേക്സ് വരാനൊന്നൊരു ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ലെറ്ററിൽ എന്ത് മിസ്റ്റേക്ക് വരാനാ അല്ലെ? ഷീ റൈറ്റ്സ് എ ലെറ്റർ അങ്ങനെയേ വരുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, അപ്പോ he writes a letter, we write a letter. സബ്ജക്റ്റിന്റെ കൂടെ വന്നിരുന്ന വെർബ് എപ്പോഴും ശ്രദ്ധിക്കണം. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഗൈഡ് ചെയ്യാൻ. ഓക്കെ, ഇനി സിമ്പിൾ പ്രസന്റിന്റെ മലയാളം വരുന്നത് ചെയ്യുന്നു എന്നാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഓക്കെ, ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്തവരുടെ നോട്ട് കംപ്ലീറ്റഡ് ആയിട്ടില്ല. സോ ആരെങ്കിലും ഗ്രൂപ്പിൽ ആ നോട്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ അല്ലേ ആരെങ്കിലും? ഓക്കെ ആണോ? യെസ്, ഓക്കെ. കാരണം നോട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് നമ്മള് പറയുന്ന കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ടെൻസിലോ ഒരിക്കലും ഡൗട്ട് വരില്ല. അതുകൊണ്ടാണ് നോട്ട് നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങളുടെ നോട്ടാണ്, നിങ്ങൾ മാത്രമാണ് ആ നോട്ട് വായിക്കുള്ളൂ. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നോട്ട് എഴുതാവുന്നതാണ്. ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള എഴുതാം. നോട്ട് കണ്ടാല് ടെൻസ് മനസ്സിലാക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഇത് എപ്പോ കണ്ടാലും കോഴ്സ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം നോട്ട്ബുക്ക് വായിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ ടെൻസ് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോ സിംഗിൾ പ്രസന്റ് ടെൻസ് ചെയ്യുന്നു എന്നൊരു മീനിങ്ങിലാ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു he writes a letter, then he goes to temple, he goes to temple, കണ്ടോ goes എന്നാ വരാം. അമ്പലത്തിൽ പോകുന്നു. he goes to school, സ്കൂളിൽ പോകുന്നു. ഇനി ഞാനാണെങ്കിലോ I go to school എന്നാ വരാം. I go to school. ഓക്കെ, സ്കൂളിൽ പോകുന്നു എന്ന് വരും. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതുവരെയാണ് ഞാൻ ഇന്നലെയും വിളിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ എല്ലാവർക്കും? ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്തവർക്കും എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. ഓക്കെ, എല്ലാവരോടും കൂടിയാണ്. ഇനിയും ഡൗട്ട് ചോദിച്ചാലും മിസ് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേ വേണ്ട. ഞാൻ ഒന്നും വിചാരിക്കില്ല. എന്തുണ്ടെങ്കിലും ചോദിക്കാം. ക്ലിയർ? ഓൾ ക്ലിയർ? മൗനം സമ്മതമായിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, പിന്നെ അടുത്തത് സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടേക്കാണ് അല്ലെ? നമ്മൾ ചെയ്യുന്ന റൊട്ടീൻ. നമുക്ക് എല്ലാത്തിലും റൊട്ടീൻ ഉണ്ട്, ഒരു ഹാബിറ്റ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും റൊട്ടീൻ ആണെന്ന് പറയാം. ഞാൻ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, റെഡിയാകുന്നു, ഓഫീസിൽ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതെല്ലാം ഞാൻ മലയാളത്തിൽ പറഞ്ഞ എന്താണ്? കഴിക്കുന്നു, കഴിക്കുന്നു, ചെയ്യുന്നു എന്നല്ലേ? അപ്പൊ ഇതെല്ലാം ഏത് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, ഹാബിറ്റ്, റൊട്ടീൻ ഇതെല്ലാനും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലെ? സൂര്യൻ കിഴക്കുദിക്കുന്നു, അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, പ്രപഞ്ച സത്യമാണ്. അത് നമ്മൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ പറയുന്ന ആ ടെൻസിലാണ്. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെയാണ് ഒരു ഫിക്സഡ് പ്രോഗ്രാം. നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസ് എന്തെങ്കിലും വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഷോപ്പ് elaborates on in a date എന്നാ പറയാം. സ്കൂൾ ഓപ്പൺസ് on 2nd June എന്നായിരിക്കും പറയാം. ഓപ്പൺസ് എന്നല്ലേ പറഞ്ഞേ അല്ലേ? ഭാവിയുടെ കാര്യമാണെങ്കിലും നമ്മുടെ വലിയ വിഷയത്തിലല്ലോ പറഞ്ഞത്, ആണോ? നടക്കാൻ പോകുന്ന കാര്യമാണ്. സ്കൂള് ജൂൺ 2-ാം തീയതി തുറക്കുക എന്നാ പറഞ്ഞേ. സ്കൂള് ജൂൺ 2-ാം തീയതി തുറക്കും. പ്രസന്റ് ആണോ എന്ന് ചോദിച്ചാൽ പ്രസന്റ് അല്ല, ഫ്യൂച്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ ആണ്. ശരിയല്ലേ? പക്ഷെ എന്താണ്? അത് ഫിക്സഡ് പ്രോഗ്രാം ആണ്. ആ ഡേറ്റിന് യാതൊരുവിധ ചേഞ്ചസ് ഒന്നും വരില്ല. അതുകൊണ്ടാണ് അതിന്റെ ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ഫിക്സഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണ്. ക്ലിയർ? വരാനിരിക്കുന്നതാണ്, പക്ഷെ അത് ഫിക്സഡ് ആണ്.
ഫിക്സഡ് അല്ലാത്ത എല്ലാ ഡേറ്റിലും വരുന്നത് വില്ല് വെച്ചിട്ടായിരിക്കും. ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്തത്. പക്ഷെ ഫിക്സഡ് ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് വെച്ചായിരിക്കും പറയാം. അപ്പൊ നോട്ട് ചെയ്യിക്കോ. ഫസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പോയിന്റ് നമ്പർ 1 ഹാബിച്വൽ ആക്ഷൻ. എക്സാമ്പിൾ ചെയ്താ നമ്മുടെ എല്ലാ ഹാബിറ്റും ഹാബിച്വൽ ആക്ഷൻസ് വേണമെങ്കിൽ പറയാം. റൊട്ടീൻ സ്ലാഷ് റൊട്ടീൻ എഴുതാം. അതെല്ലാം പറയുന്നത് ഈ സെയിം ടെൻസ് വെച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഇനി റൊട്ടീൻ എന്തൊക്കെയാണ് നിങ്ങളെ പറയൂ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. പറയൂ, ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഞാനാണ്. വെർബ് എന്താണ്? എണീക്കുക എന്നാണ്. പിന്നെ എന്താണ്? എല്ലാ ദിവസവും 6 മണിക്ക്. അത്രയേ ഉള്ളൂ. അതിലൊരു പ്രപ്പോസിഷൻ വരും. പറഞ്ഞു നോക്കിയ സെന്റൻസ് എന്നിട്ട് പുതിയ എഴുതാം. I wake up every morning at 6 o'clock. Yeah. I wake up every morning or every day at Every day. 6 o'clock. Yeah. Every day. I wake up at 6 o'clock corpanda ma'am. No. Mistake ഒന്നുമില്ല. അങ്ങനെയും പറയാം. Every day I wake up at 6 o'clock. പറയാം. Okay. So അതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അവിടെ നമ്മൾ ഐ ആണ് യൂസ് ചെയ്തത്. ഇനി അവളാണെങ്കിലോ മാം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പെട്ടെന്ന് വൈഫൈ കട്ടായിട്ട് പോയായിരുന്നു. ഏതായിരുന്നു? അതായത് ഒരു 2 സെക്കൻഡ് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നതേ. കാരണം വെച്ചാൽ ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഞാൻ പോയായിരുന്നു വൈഫൈ കട്ടായിട്ട്. 2 സെക്കൻഡ് മുന്നേ പറഞ്ഞതാണെങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസ് സിംഗിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നതൊക്കെ എവിടേക്കാണ്? ഹാബിച്വൽ ആക്ഷൻ, റൊട്ടീൻ, ദെൻ യൂണിവേഴ്സൽ ട്രൂത്ത്, ഒരു ഫിക്സഡ് പ്രോഗ്രാം. ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സിംപിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോട്ട്ബുക്കിൽ എഴുതാം, ഹാബിച്വൽ ആക്ഷൻ ഓർ റൊട്ടീൻ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഞാൻ ഇന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഐ വേക്ക് അപ്പ് എവരിഡേ അറ്റ് 6 o'clock. അല്ലെങ്കിൽ എവരിഡേ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയാം. ഓക്കെ, 2 രീതിയിലും പറയാം. അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. അവിടെ വേർബും സബ്ജക്റ്റും കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കുക. ഓക്കെ, അപ്പൊ ഐ വന്നത് കൊണ്ട് അവിടെ വേക്ക് എന്നാണ് വന്നത്. ഐ വേക്ക് അപ്പ്. ഇനി അവൾ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണെങ്കിൽ She wakes up. she wakes up every day at 6 o'clock. ഈ 2 എക്സാമ്പിൾ നോട്ട്ബുക്കിൽ എഴുതാം. ഹാബിച്വൽ ആക്ഷൻ എഴുതി കൊടുത്തിട്ട് 2 എക്സാമ്പിൾ എഴുതാം. അപ്പൊ മാം വേക്കിന്റെ V1 V2 V3 wake walk. വരട്ടെ, എന്താ? ആലോചിച്ച് നോക്കൂ. ആലോചിക്കൂ. വേക്കിന്റെ V1 V2 V3 എല്ലാരും പറയും. Wake walk. Wake walk. V3 എനിക്കറിയില്ല കേട്ടോ. Woken. Simple. Okay. Yeah. Above I wake up. She wakes up. Yeah. Next example. അറിയാത്തവർക്ക് മനസ്സിലാകാൻ പറ്റുമല്ലോ, ഇതൊരു ഇറഗുലർ വേർബും കൂടിയാണ് ഇല്ലേ? വേക്ക് വോക്ക് എന്ന് പറയുന്നത് ഇറഗുലർ വേർബും കൂടെ ഇല്ലേ? മനസ്സിലായില്ലല്ലോ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഇറഗുലർ വേർബിന് എക്സാമ്പിൾ കൂടി അല്ലേ? അതെ. Okay. Reflect sound
ക്ലിയർ ആകുന്നില്ല. ഇനി എനിക്ക് മാത്രമുള്ള പ്രോബ്ലം ആണോന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് ക്ലിയർ ആണ്. എനിക്ക് തോന്നുന്നു റെസി സ്പീഡിൽ പറയുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കഴിഞ്ഞു. സെക്കൻഡ് വൺ അവരോട് പറഞ്ഞേ, മലയാളം പറഞ്ഞാലും മതി, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പതിവായി ചെയ്യുന്ന കാര്യം. ഇത് പറയാൻ പറ്റും. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു റീഡ് ബുക്സ്. പറ്റില്ല, അവിടെ വുഡ് വന്നില്ലേ? അവൾ എന്നും ബുക്ക് വായിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് പറയാം. അത് റൊട്ടീൻ ആണ്, ഹാബിറ്റ് ആണ്. അവളെന്നും ബുക്ക് വായിക്കുന്നു. പറയൂ. They read newspaper. ആ, എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞേ? They read newspapers every day. സബ്ജക്ട് ഏതായിരുന്നു? They. Yeah. They read a newspaper every day. Yeah. Correct. I brush my teeth every day. Yeah, every day I brush my teeth. ഇനി അവനാണെങ്കിലോ, അവൻ ബ്രഷ് ചെയ്യുന്നാണെങ്കിലോ, അവനെന്നും അവൻ ബ്രഷ് ചെയ്യുന്നു. He brushes. Yeah. He brushes his teeth. He brushes my teeth. Oh, എന്താണ് അങ്ങനെ? He brushes my, no, he brushes his teeth. Yeah. I read the book before going to bed. Yeah. Then അവൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞേ. പള്ളിയോ എന്താണ്? അവൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. He goes to church every Sunday. He goes to church every Sunday. She goes to church every Sunday. Yes. അവിടെ she goes to the church എന്ന് വേണ്ടി വരുമോ? ആ ചേർക്കേണ്ടി വരുമോ? Goes to church. അത് ചേർക്കേണ്ടി വരും. കാരണം ചർച്ചിന്റെ കാര്യമല്ലേ പറയാം. അപ്പൊ അത് ചേർക്കണം. ഓവർ ആയി തോന്നുന്നു. ആർട്ടിക്കിൾ ഞാൻ എടുക്കാം കേട്ടോ. ആർട്ടിക്കിളില് goes to ചേർക്കണോ? എത്ര പേര് പറയുന്നുണ്ട്? ഇപ്പൊ ആരാ സംസാരിക്കുന്നത്? അഞ്ജനയാണോ റസിയാണോ? ഞാനാണ് സംസാരിക്കുന്നത്. അഞ്ജനയില്ല, റസിയാണ്. അഞ്ജന മ്യൂട്ട് ചെയ്തിട്ടില്ലേ? ആരാ സംസാരിക്കുന്നത്? ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ആക്കിയായിരുന്നു. റസിയ പറയൂ. അഞ്ജന മ്യൂട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് she goes to the church every Sunday or every Monday ഒക്കെ ആക്കാം നമുക്ക്. അങ്ങനെ ആവുമ്പോ to the church എന്ന് വേണ്ടി വരും. ആർട്ടിക്കിൾ ദാ യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടോ? ചർച്ച് അല്ലേ? അതായത് പക്ഷെ മിസ്സേ അവിടെ ഗോസ് വരുമ്പോ നമ്മൾ ദാ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗോ ടു ദ ആ രീതിയിലാണെങ്കിൽ ദാ യൂസ് ചെയ്താലോ. ഗോസ് ടു ദ വരുന്നില്ലല്ലോ. ഇല്ല, ഗോ ടു വരാം, കുഴപ്പമില്ല. ദായ് എന്ന് പറയുന്നത് ഇപ്പോ ഐ എം ഗോയിങ് ടു ഹോം എന്നും പറയാം, ഐ എം ഗോയിങ് ടു ദ ഹോം എന്നും പറയാം. രണ്ട് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാം? ചർച്ചിൽ വ്യത്യാസമുണ്ട്. അതല്ല, ഞാൻ ദായ് എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ ആണ് കണ്ടത്. അപ്പൊ നമ്മൾ എടുത്ത് പറയുന്നു ദ ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ സത്യത്തിൽ ഇതൊരു യുണീക് ഫാക്ടർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ദ യൂസ് ചെയ്ത് അതിനെ എക്സ്പ്രസ് ചെയ്ത് എടുത്ത് പറയുന്ന സാധനമായിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടാ. പക്ഷെ ഇവിടെ ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളത് അല്ലേ? ശ്രീവിദ്യ എന്തോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ഇപ്പോ നമ്മുടെ സ്വന്തം വീടുണ്ട്, നമ്മുടെ വേറെ ആരുടെയെങ്കിലും വീടുണ്ട്, നമ്മുടെ സ്വന്തം ഓഫീസും ഉണ്ട്, വേറെ ഓഫീസും ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഒരു ഒരു സംഭവത്തിന് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ദാ യൂസ് ചെയ്യാം മാം. അമ്മയൊക്കെ പറയുന്നത് അവിടെ സ്പെസിഫൈ ചെയ്യാം, ഓക്കെ. പക്ഷേ അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ അതായത് മാം സംഭവം ഐ ആം റീഡിങ് എ ബുക്ക്, ഏത് ബുക്ക് വേണമെങ്കിലും ആകാം. ഐ ആം റീഡിങ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ബുക്കിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. ഒരേ ഒരു ബുക്കിനെ ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് പറയാം, ഏതെങ്കിലും ആയിരിക്കാം. പക്ഷെ ഐ ആം റീഡിങ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ഒറ്റ ബുക്ക്, അതൊരു ബുക്കിനെ മാത്രം സ്പെസിഫൈ ചെയ്യുകയാണ്. ബുക്കിന്റെ പേരും കൂടെ അവിടെ സ്പെസിഫൈ ചെയ്യുക. ശരിയാ ചേച്ചി പറഞ്ഞത്. ആ ബുക്കിന്റെ പേരും കൂടെ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഏത് ബുക്കാന്നുള്ള ഒരു ഐഡിയയും കൂടെ കിട്ടും. ഐ എം റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ഏത് ബുക്കാന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ നമ്മൾ ഏതോ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്, അതാണ്. അല്ലെങ്കിൽ ഏതോ ബുക്ക് ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ റീഡിങ് ദ ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് അന്റാർട്ടിക്ക, അപ്പൊ അന്റാർട്ടിക്ക ബുക്കാണ് ഞാൻ വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ളത് മൗണ്ടൻ എവറസ്റ്റ്. എവറസ്റ്റിനെ നമ്മൾ പറയുമ്പോൾ അതിൽ ദ യൂസ് ചെയ്യും. പിന്നെ ഈ പശുക്കളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പശു മേഴ്സിനെ പറയുന്നെങ്കിൽ ആ മേഴ്സിനെ എടുത്ത് പറയാനായിട്ട് ഉപയോഗിക്കില്ല. അങ്ങനെയൊക്കെ ഇല്ലേ? ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ലല്ലേ? ഞാനേ ആർട്ടിക്കിള് ഒരു ദിവസം എടുക്കാം, എല്ലാ കൺഫ്യൂഷനും ഓക്കെ. അതാണ് ഏറ്റവും നല്ലത്. മാം ഇപ്പൊ പറഞ്ഞ ആ ഒരു സെന്റൻസ് വെച്ചിട്ടാണെങ്കിൽ ദാ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ ആം ഗോയിങ് ടു ദ ചർച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ എന്റെ ചർച്ച് എന്ന് പറയുന്നത് തവിഞ്ഞാൽ ചർച്ചാണ്, അവിടെ ഞാൻ പോകാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ ഐ ആം ഗോസ് ടു ദ ചർച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ തവിഞ്ഞാലിൽ പോകാം, പള്ളിക്കുന്ന് പോകാം, ഏത് ചർച്ച് വേണമെങ്കിലും എടുക്കാം. ഇതാണ് സംഭവം, സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. അതില് നമുക്ക് അവിടെ ദാ ചേർക്കാം, ചേർക്കാതെയും വിളിക്കാം. അത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഓക്കെ. ഞാനിപ്പോ പറഞ്ഞ പോലെ ഞാൻ ആ പള്ളിയിൽ പോകുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം പള്ളിയിൽ അവിടെ പോകാനാ ചാൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ she goes to church എന്ന് പറയാം. പക്ഷെ വേറെ എത്രയോ പള്ളികളുണ്ടല്ലേ, ഒരുപാട് പള്ളികളുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ദാ ചേർച്ച് എന്നും പറയും. മീനിങ്ങില് മാറ്റം വരുന്നുണ്ട് ചെറുതായിട്ട്. അത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണ് ആ മീനിങ്ങിന് മാറ്റം വരുന്നത്. പക്ഷെ മറ്റൊരാൾക്ക് അത് കൺവേ ചെയ്യുമ്പോൾ അവരതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഓക്കെ. അതാ ഞാൻ പറഞ്ഞത് ഐ എം ഗോയിങ് ടു ഹോം എന്ന് പറയാം. എന്റെ വീട്ടിലേക്കാ ഞാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു ഹോം. മനസ്സിലായോ? ഐ എം ഗോയിങ് ടു ദ ഹോം എന്ന് പറഞ്ഞാല് അത് ആരുടെയോ വീട്ടിലേക്കാ പോയി, ഇഷ്ടംപോലെ വീടുണ്ട്. ഓക്കെ, ക്ലിയർ? ഐ എം ഗോയിങ് ടു ഓഫീസ്, ഞാൻ എന്റെ ഓഫീസിലേക്കാ പോയി, ഐ എം ഗോയിങ് ടു ഓഫീസ്. ഐ എം ഗോയിങ് ടു ദ ഓഫീസ് എന്നാണെങ്കിൽ ഏതോ ഒരു ഓഫീസിലേക്കാണ് പോയത്. ക്ലിയർ ആയോ? ഞാൻ ആർട്ടിക്കിൾ എടുക്കാം, ക്ലിയർ ആവും. ഓക്കെ. ഇവിടെ എന്തും യൂസ് ചെയ്യാം കേട്ടോ, പ്രത്യേകിച്ച് ഒരുപാട് മീനിങ് വ്യത്യാസം വരുന്നില്ല. പിന്നെ ഗോ ടു ദ ചേർച്ച് അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, സബ്ജക്ട് മാറുന്ന പോലെ തന്നെ അവിടെ ഗോയിങ് മാറി ഗോസ് ആയത് അല്ലെ. അല്ലാതെ ഇവിടെ വലിയ മീനിങ്ങിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സിംഗിൾ ആയതുകൊണ്ട് നമ്മൾ സിംഗിൾ സബ്ജക്ട് യൂസ് ചെയ്തു, ഗോസ് ആയി. സോ അതിന്റെ ബേസിൽ നമുക്ക് ദാ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ആഡ് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ക്ലിയർ ആയിട്ട് തരാം. ഓക്കെ. അപ്പൊ ആർട്ടിക്കിൾ എന്ന് പറയുന്ന പോർഷൻ വിട്ടേക്കും, ടെൻസിലേക്ക് തിരിച്ചു വരും കേട്ടോ. എല്ലാവരും ടെൻസിലേക്ക് ഇങ്ങോട്ട് വാ. ആർട്ടിക്കിളിന് പുറകെ പോകണ്ട, ആർട്ടിക്കിൾ ഞാൻ തരാം. ഓക്കെ, കൂൾ, സെറ്റ് ആണോ? എന്താണ് പറയാത്തെ? അത് മാം ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ ഡെയിലി എക്സാമ്പിൾ വെച്ച് അങ്ങ് പറഞ്ഞാൽ മതി. ഏതെങ്കിലും കടയങ്ങാറ്റം വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മള് ഇപ്പോ അങ്ങനെ പറയുമ്പോ കുറച്ചു പേർക്ക് മനസ്സിലാവും, പക്ഷെ പിന്നെ കുറച്ചു പേർക്ക് അത് എപ്പോഴും ഡൗട്ട് ആയിട്ട് നിലനിൽക്കും. അയ്യോ ആർട്ടിക്കിൾ എന്താണ്, ആ ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. അതെന്തായാലും ഞാൻ ക്ലിയർ ആക്കി തരും. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട്. അത് അറിയാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ മനസ്സിലായി അറിയില്ല എന്ന്. സോ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോഴല്ല, ഇപ്പൊ നമ്മൾ ടെൻസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ടെൻസ് തന്നെ വേണേ നമുക്ക് എടുക്കാം. നോക്കട്ടെ. ഓക്കെ,
Yeah. അപ്പോ എന്താണ് രണ്ടാമത്തെ എക്സാമ്പിൾ അല്ലെ, അത്ര ആയിട്ടുള്ളൂ. ഇനി എന്താണ് അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയൂ. I go for a walk every day. ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഇനി യൂണിവേഴ്സൽ ട്രൂത്ത് പറഞ്ഞു. The sun rises in the east. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. The sun rises in the east. സൺ എന്ന് പറയുന്നത് സിംഗിൾ ആയതുകൊണ്ടാണ് അവിടെ റൈസസ് എന്ന് യൂസ് ചെയ്തത്. The sun rises in the east. Okay. Then fishes, fishes live in the water. Fishes live in the water. ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. Then birds fly in the sky. Okay, birds fly in the sky. ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് പറയാം. Okay, എക്സാംസ് എല്ലാം എഴുതിയല്ലോ. ഇനി നമുക്ക് പറയാം, ഞാൻ എന്നും രാവിലെ കോഫി കുടിക്കുന്നുണ്ട് അല്ലെ. I attend the HA class on weekdays. Yeah. I drink coffee every day. I drink coffee every day. ഞാൻ ഇന്ന് രാവിലെ കോഫി കുടിക്കുന്നുണ്ട്. I drink coffee every day. It's a positive sentence. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. നമുക്ക് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്തായിരിക്കും? ഞാൻ ഇന്ന് രാവിലെ കോഫി കുടിക്കാറില്ല. Did not. പറയൂ. ഡിഡിന്റോ? നോ ഡിഡിന്റ് അല്ല. ഡോണ്ട്. ഒരു ഡോണ്ട് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഓരോ സബ്ജക്റ്റിനും കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ആകുമ്പോൾ ഡോണ്ട് ആയിട്ട് വരും. Don't. I don't drink coffee every morning. I don't drink coffee every morning. Okay? പ്രസന്റ് കണ്ടിന്യൂസ് ആണോ പറഞ്ഞു കൊടുക്കുന്നത്? No. Simple present തന്നെയാണ്. കണ്ടിന്യൂസ്ലി ഒന്നും പോയിട്ടില്ല. I drink coffee every morning. It's a positive sentence. The negative sentence is I don't drink coffee every morning. It's a negative side. Okay? അപ്പൊ പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും കിട്ടി. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ അല്ലേ? എന്ന് രാവിലെ കോഫി കുടിക്കാറുണ്ടോ? Do you have your coffee? Do you Have your coffee? have വേണ്ട, have പിന്നെ മതി. സിമ്പിൾ. Do you drink? Do you drink? Do you drink coffee every day? Yeah. Do you drink coffee every day or every morning? എഴുതി ചോദിച്ചോ. Do you drink coffee every morning? It's a question. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ കൂടെ വേണം അല്ലെ. നീ എന്ന് രാവിലെ ചായ കുടിക്കാറില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരിക്കും വരാ? Don't you drink? Yes. Don't you drink coffee every morning? Don't you drink coffee every morning? Apo positive sentence, negative sentence. Positive question, negative question. I drink coffee every morning. I don't drink coffee every morning. Do you drink coffee every morning? Don't you drink coffee every morning? Okay. നാല് വേർഷൻ കിട്ടിയല്ലോ. അപ്പോ എഴുതി വെക്കാം, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ആണ് യൂസ് ചെയ്യുക. നെഗറ്റീവ് ഡോണ്ട് എന്ന് എഴുതുക. പ്ലൂറൽ സബ്ജക്ട് ഡു ആൻഡ് ഡോണ്ട് ഓർ ഡോണ്ട്. ഡു പോസിറ്റീവ്, ഡോണ്ട് നെഗറ്റീവ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യും? ഡസ് ആൻഡ് ഡസന്റ്. പ്രസന്റ് ടെൻസിലാണ് കേട്ടോ ഇതെല്ലാരും. ഓക്കെ, സിമ്പിൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ നോട്ടിൽ തന്നെ എഴുതി പോകുന്നത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ഓർ ഡസന്റ്. അവൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട്. അവൻ എന്നും രാവിലെ ചായ കുടിക്കും.
പറയൂ. Does he drink coffee? പോസിറ്റീവ് സെന്റൻസ് ആണ്. എന്നും രാവിലെ ചായ കുടിക്കുന്നു. He drink. Correct ആണ്. Yeah. He drinks coffee every morning. He drinks coffee every morning. The positive sentence. Negative പറയൂ. He don't drink coffee. രാവിലെ ചായ കുടിക്കാറില്ല. Negative. He He doesn't. he doesn't. He doesn't drink coffee every morning. He doesn't drink coffee every morning. Yeah. Next question. Question to you. Does he drink coffee? Yeah. Does he drink coffee every morning? Does he drink coffee every morning? Negative question. And then there are chai kudikkarille. Doesn't he drink? Yeah. Doesn't he drink coffee every morning? Okay. Clear? Clear ayo? Practice ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. തിരിച്ചും മറിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറേ മലയാളം സെന്റൻസ് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോ എവിടേക്കാണ് സിംഗിൾ പ്രസന്റ് ടെൻസ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ പോസിറ്റീവ് സെന്റൻസ് എങ്ങനെയാണ്, നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഒരു ഫിക്സഡ് പ്രോഗ്രാമിന്റെയും കൂടെ എക്സാമ്പിൾസ് എവിടെയെങ്കിലും എഴുതി വെക്കും കേട്ടോ. School opens on 2nd June. School opens 2nd June. So fixed program example ആണത്. Fixed program example. School opens 2nd June. Then the Prime Minister inaugurates the the program on 2nd July. The Prime Minister inaugurates the program on 2nd July. It's also a fixed program. Okay. So we can say it in the present tense. The school opens at the 2nd June. The Prime Minister inaugurates the program on 2nd July. Speed was yeah. It's a program example. The school opens 2nd June. Program on 2nd. The Prime Minister Anjana, mute it. ഇത് ഫിക്സഡ് പ്രോഗ്രാമിന്റെ എക്സാമ്പിളാ. Yeah. Fixed പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. PM എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ. Then universal truth examples ഞാൻ പറഞ്ഞു. The sun rises in the east. Fishes lived in the water. Yes. The fishes live in the water. Birds fly in the sky. Okay. The earth moves. Sunset in the west. No.
The sun sets in the west. Yeah. The earth moves around the sun. ഇതെല്ലാം യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ് റൊട്ടീന്റെ എക്സാമ്പിൾസ് പറഞ്ഞു, യൂണിവേഴ്സൽ ട്രൂത്തിന്റെ പറഞ്ഞു, ഫിക്സഡ് പ്രോഗ്രാമിന്റെ പറഞ്ഞു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ നാലും പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, സബ്ജക്റ്റിനും കൂടെ ഏത് വേർബാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം പറഞ്ഞു. അത്യാവശ്യം നമ്മൾ കവർ ചെയ്തു. സിമ്പിൾ പ്രസന്റ് ടെൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് എക്സസൈസ് ചെയ്യണം, ആക്ടിവിറ്റീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് നോട്ട്ബുക്കിലുള്ളത് പഠിച്ചിട്ട് വരാം. പ്രാക്ടീസ് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും റെഡി ആയിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. പറയൂ, മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഓക്കെ ആണ് നിങ്ങൾക്ക്? ക്ലിയർ? യെസ് മാം. യെസ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാ പറയുന്നേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. മനസ്സിലായോ? കൊള്ളാലോ. അപ്പൊ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്തല്ലോ. വെരി ഗുഡ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിന്റെയാണോ? അതെ. ഓഹോ, മതി മതി. ചുമ്മാ ഇനി മിസ് ഒട്ടും താഴെ നിൽക്കൂല. എന്തോ? പിന്നെ ഇല്ല, താഴേക്ക് ഇറങ്ങിയില്ല ഞാൻ. ഒത്തിരി മോളിൽ പോയാൽ തല ഇടിക്കുവേ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചോദിക്കണം കേട്ടോ. കംഫർട്ടബിൾ അല്ലേ ക്ലാസ്സില്? ഓക്കെ അല്ലേ? അതെ മാം. ഓക്കെയാണ് മിസ്. ഗ്രാമർ എന്ന് പറഞ്ഞ ഒരു ഉറങ്ങലാണ്. ടീച്ചറെ ക്ലാസ്സിൽ ഉറക്കൊന്നും വരുന്നില്ല. ഗ്രാമർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഉറക്കത്തുങ്കലാണ്. ഗ്രാമർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഉറക്കമല്ല, ഭയങ്കര ബോറിംഗ് ആണ്. എനിക്ക് ഗ്രാമർ കേൾക്കുമ്പോ തന്നെ ഉറക്കം വരും. അത് പണ്ടത്തെ ഓർമ്മ വെച്ചാ. പണ്ട് പഠിപ്പിച്ച ടീച്ചർമാരുടെ ക്ലാസ്സിലെല്ലാം ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. അതാണ്. ഓക്കെ, അതുകൊണ്ട് ഗ്രാമർ പഠിച്ചെടുക്കാം നമുക്ക്. മിസ് അത് ശരിക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. ആണോ? താങ്ക് യു. എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞാ മതി. അല്ല, നമ്മൾ പഠിക്കുന്നുണ്ട് മിസ്. അതുകൊണ്ട് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലാവുന്നുണ്ട്. ശരിയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ കൂടെ പറയുന്നുണ്ട്. മലയാളം പറയുമ്പോഴാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ നല്ല ക്ലാസ് ആണ് കേട്ടോ. എനിക്കും ക്ലാസ്സിൽ കയറുമ്പോ ഭയങ്കര ഒരു നൈസ് ഫീലിംഗ് ആണ്. ഓക്കെ, ബോറിംഗ് അല്ല. എനിക്കും ബോറിംഗ് അല്ല ക്ലാസ് എടുക്കുമ്പോ. ഇങ്ങനെ തന്നെ ക്ലാസ് മുന്നോട്ട് പോവാട്ടോ. കോഴ്സ് കഴിയുന്നത് വരെ ഇതേപോലെ ക്ലാസ് മുന്നോട്ട് പോവാം. ഓക്കെ, ഓക്കെ. ടൈം കഴിഞ്ഞു. താങ്ക് യു ഫിദ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. അതിന്റെ ചെയ്യാം. ടൈം കഴിഞ്ഞു. Thank you. Thank you all. See you on the next class. See you on Monday. Okay? Bye. Thank you. Thank you, ma'am.